بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا القلائد البرهانية എന്ന ഇമാം അൽ ബുർഹാനി റഹിമഹുള്ളയുടെ ചെറിയൊരു ഗ്രന്ഥം ഇൽമുൽ ഫറായിദിൽ 100ഓളം ബൈത്തുകൾ ക്രോഡീകരിച്ച ചെറിയൊരു കിതാബാണ്. അതിൻ്റെ ആദ്യത്തെ ദർസാണ് ഇന്ന്. നമുക്ക് ഓരോ ദിവസവും ബുധനാഴ്ച വൈകുന്നേരം ഒരമണിക്കൂർ ചെറിയ രീതിയിൽ എന്ത് ചെയ്യാം, വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. ഇന്ന് മുഖദ്ദിമയാണ്. കിതാബിനെ സംബന്ധിച്ചും മുഅല്ലിഫിനെ സംബന്ധിച്ചും പറയുകയും അതേപോലെ തന്നെ ആ ഇൽമിൻ്റെക്കുള്ള തുടക്കത്തിലുള്ള ചില കാര്യങ്ങളും സൂചിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال محمد هو البرهان حمدا لربي منزل القرآن. അപ്പം അൽ മന്ദൂമത്തു അർ റഹബിയ എന്നുള്ളത് വളരെ പ്രസിദ്ധമായ കിതാബാണ്. ആ കിതാബിനേക്കാൾ, ആ മന്ദൂമയേക്കാൾ ഒരു പിടി മുന്നിലാണ് അൽ ബുർഹാനിയ, അൽ ഖലായിദുൽ ബുർഹാനിയ. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഇതിൻ്റെ ഷർഹിൽ റഹബിയക്ക് പകരം ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം പറയുന്നുണ്ട്. ബുർഹാനിയ റഹബിയേക്കാൾ ചുരുങ്ങിയ ബൈത്തുകളാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ ഇമാം റഹബി ചേർക്കാത്ത ചില ബാബുകൾ അദ്ദേഹം അൽ ഖലായിദുൽ ബുർഹാനിയയിൽ ചേർക്കുന്നുണ്ട്. അദ്ദേഹം ഒഴിവാക്കിയ ചില ബാബുകൾ. അപ്പം അതിലില്ലാത്ത ബാബുകൾ ഇതിലുണ്ടാവുകയും അതിനേക്കാൾ ചുരുങ്ങുകയും ചെയ്തപ്പോൾ ഇതാണ് എന്ത് ഉപകാരപ്രദമായത്. അങ്ങനെയാണ് ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈ കിതാബ് തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹം ഷർഹ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇമാം ബുർഹാനി റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്താണ്? മുഹമ്മദ് ബിൻ ഹിജാസി ഇബിൻ മുഹമ്മദ് അൽ ബുർഹാനി അൽ ഹലബി അഷാഫിഇ. അൽ ഹലബിയാണ്, ഹലബാണ് നാട്. അൽ മഅറൂഫു ബിബ്നിൽ ബുർഹാൻ മുഹമ്മദ് ബിൻ ഹിജാസി ഇബിൻ മുഹമ്മദ് അൽ ബുർഹാനി. ഹിജ്റ 1205 അദ്ദേഹം വഫാത്താകുന്നത്. ഹിജ്റ 1205. അദ്ദേഹം ഫഖീഹാണ്, ഉസൂലിയാണ്, അതുപോലെ തന്നെ നഹ്വിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ കിതാബിന് അദ്ദേഹം പേര് വെച്ചത് അൽ ഖലായിദുൽ ബുർഹാനിയ. അപ്പം അതിനെ തുടങ്ങുന്നത് ഖാല മുഹമ്മദുൻ ഹുവൽ ബുർഹാനി, സ്വന്തത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് തുടങ്ങുന്നത്. മുഹമ്മദ് അൽ ബുർഹാനി അതാണ് പറയാൻ. ഹംദൻ ലിറബ്ബി മുൻസിലിൽ ഖുർആനി. ഹംദൻ, ഹംദൻ എന്നുള്ളത് എന്താണ്? ഫിഅൽ മഹ്ദൂഫാണ്, മഫ്ഊലാണ്, ഫിഅൽ മഹ്ദൂഫാണ്. ഐ അഹ്മദു ഹംദൻ ലിറബ്ബി എന്നാണ്. അപ്പം ഹംദൻ ലിറബ്ബി, എൻ്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട്. പിന്നെ റബ്ബിൻ്റെ സിഫത്താണ് മുൻസിലിൽ ഖുർആനി, ഖുർആൻ അവതരിപ്പിച്ചതായ അല്ലാഹ്. റബ്ബ് എന്നുള്ളത് എന്താണ്? റബ്ബിൻ്റെ അർത്ഥം അർ റബ്ബ് ഹുവൽ ഖാലിഖുൽ മാലിക്കുൽ മുദബ്ബിർ, അതാണ് റബ്ബ്. മുൻസിലിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിച്ചതായ റബ്ബ്. മുൻസിൽ അല്ല, അള്ളാഹു ആണ് ഇൻസാൽ. ആര് മുഖേന? ജിബ്രീൽ മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. ഖുർആൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? യുത്ല, ഓതപ്പെടുന്നത്, യുഖ്റ, ഓതപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടത്.
ഇപ്പം ഖറഅ എന്നുള്ളതിന് രണ്ടർത്ഥമാണ്. ഖറഅ എന്നുള്ളതിന് ഓതി എന്നർത്ഥമുണ്ട്, തല. ആ അർത്ഥത്തിൽ ഖുർആൻ എന്നുള്ളത് യുത്തുല, ഓതപ്പെടുന്ന ഒരു കാര്യം, മത്തുലു. അല്ലെങ്കിൽ ഖറഅ ജമഅ എന്നർത്ഥം, അത് അക്ഷരങ്ങൾ ഒരുമിച്ച് കൂട്ടി ഒരു കാര്യം, കുറേ അക്ഷരങ്ങൾ ഹർഫുകൾ ഒരുമിച്ച് കൂട്ടിയ ഒരു കാര്യം. അതാണ് എന്ത് ഖുർആൻ. ഇപ്പം ഖറിയത്ത് എന്ന് പറയില്ല, ഖറിയത്ത്. ഈ ഖറഅ എന്നുള്ളതിന് ഖറിയത്ത് ഉണ്ടായിരുന്നു, ഖറിയത്ത് കുറേ ആൾക്കാരെ ഒരുമിച്ച് കൂട്ടിയത്. ഈ രണ്ടർത്ഥത്തിലും ഖുർആൻ എന്നുള്ളത് വരും. അപ്പം ഹംദൻ ലി റബ്ബി മുൻസിലിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിച്ചതായ റബ്ബിനെ ഞാൻ സ്തുതിച്ചുകൊണ്ട്. അൽ വാഹിദി അൽ ഫർദി അൽ ഖദീമിൽ വാരിസ് വശാരിഇൽ അഹ്കാമി വൽ മവാരിസ്. അള്ളാഹുവിൻ്റെ ഓരോ അസ്മാകൾ എടുത്ത് പറയാണ്. അൽ വാഹിദ് മിൻ അസ്മാ ഇല്ലാഹി തആല, അല്ലേ? അൽ വാഹിദ് അള്ളാഹിൻ്റെ അസ്മാണ്. ലിമനിൽ മുൽക്കുൽ യൗമ ലില്ലാഹി അൽ വാഹിദിൽ ഖഹാർ, സൂറത്ത് ഗാഫിറിൻ്റെ 16-ാമത്തെ ആയത്ത്. അൽ ഫർദ് അദ്ദേഹം അള്ളാഹിൻ്റെ ഇസ്മായിട്ടാണ് പറഞ്ഞത്. അൽ ഫർദ് എന്നുള്ളത് എന്തല്ല, ലൈസ മിൻ അസ്മാ ഇല്ല. നമ്മൾ അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ബാബുൽ ഇഖ്ബാരി ഔസഉ മിൻ ബാബി അൽ അസ്മാഇ വസിഫാത്ത്, അല്ലേ? അപ്പം അൽ ഫർദ് എന്നുള്ളത് എന്തല്ല, അള്ളാഹ്ക്ക് ഇസ്മായിട്ട് ഇവിടെയും പറയപ്പെട്ടിട്ടില്ല. മറിച്ച് അൽ വാഹിദ് എന്നതാണ് അള്ളാഹു ഉപയോഗിച്ചത്, അല്ലേ? ഖുൽ ഹുവ അല്ലാഹു അഹദ് ഉപയോഗിച്ചിട്ടുണ്ട്. അതെന്തല്ല, ഫർദ് എന്ന വാക്ക് അള്ളാഹു ഇസ്മായിട്ട് ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ അൽ ഖദീം, ഖദീം എന്നുള്ളത് എന്തല്ല, ലൈസ മിൻ അസ്മാ ഇല്ലാഹി തആല, അള്ളാഹുവിൻ്റെ ഇസ്മല്ല. മറിച്ച് അതിനേക്കാൾ നല്ല രീതിയിൽ അള്ളാഹുവിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. വൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിൻ. ഹദീസിലും ഖുർആനിലും സ്ഥിരപ്പെട്ട പേരാണ് അൽ അവ്വലു വൽ ആഖിർ. ഖദീമിനേക്കാൾ നല്ല വാക്കാണ്. ഖദീം എന്നുള്ള എന്തല്ല, അള്ളാഹുവിൻ്റെ ഇസ്മല്ല. ഇമാം തഹാവി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അഖീദത്തു തഹാവിയിലും തുടക്കത്തിൽ നിന്നുണ്ട് അൽ ഖദീം എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. പണ്ഡിതന്മാർ അതിനെ മുലാഹല ചെയ്തിട്ടുണ്ട്. അൽ വാരിസി, വാരിസ് എന്നതുള്ള എന്തല്ല, ലൈസ മിൻ അസ്മാ ഇല്ലാഹി തആല, അതും അള്ളാഹുവിൻ്റെ ഇസ്മിൽപ്പെട്ടതല്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖസസിൽ 58-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, എന്ത്? വകുന്നാ നഹ്നുൽ വാരിസീൻ, വകുന്നാ നഹ്നുൽ വാരിസീൻ എന്ന് പറയുന്നത്. പക്ഷെ എന്തല്ല, വാരിസ് എന്നുള്ളത് അള്ളാഹിൻ്റെ പേരായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. പക്ഷെ ഇവിടെ അൽ വാരിസ് എന്ന ആ ഇത് അള്ളാഹിൻ്റെ സിഫത്തായിട്ട് അദ്ദേഹം കൊണ്ടുവന്നത്, അതിൻ്റെ പേരാണ് എന്ത്? ബറാഅത്തു ഇസ്തിഹ്ലാൽ. പഠിച്ചതല്ലേ ബറാഅത്തു ഇസ്തിഹ്ലാൽ. അഥവാ ഈ ആ മുഖദ്ദിമയിൽ തന്നെ ഈ പറയുന്ന വിഷയത്തെ ഉൾക്കൊള്ളിക്കുക, അതാണ് ബറാഅത്തു ഇസ്തിഹ്ലാൽ. അതിനാണ് അൽ വാരിസ് എന്ന് അദ്ദേഹം കൊണ്ടുവന്നത്. അതുപോലെ തന്നെ വശാരിഇൽ അഹ്കാമി, അഹ്കാമുകളെ നിയമമാക്കുന്നവൻ. ഷാരിഅ എന്ന് പറഞ്ഞാൽ ആരാണ്? മുബയ്യിൻ, മുബയ്യിൻ അല്ലെങ്കിൽ വാദിഅ. ഷാരിഅ എന്ന് പറഞ്ഞാൽ മുബയ്യിൻ, വ്യക്തമാക്കുന്ന ആൾ, അല്ലെങ്കിൽ വാദിഅ, നിയമമാക്കുന്ന ആൾ. അഹ്കാമ് ജമ്മ് ഹുക്മ്. അപ്പം വശാരിഇൽ അഹ്കാമി, അഹ്കാമുകളെ നിയമമാക്കിയതായ അല്ലാഹ്. വൽ മവാരിസി, എന്ത്? അനന്തര സ്വത്തിൻ്റെ നിയമങ്ങളും. അവിടെ അഹ്കാമിലേക്കാണ് എന്ത്? ഇത് വശാരിഇൽ അഹ്കാമി വശാരിഇൽ മവാരിസി. അതും അദ്ദേഹം എടുത്തു പറഞ്ഞു. കാരണം ഖുർആനിൽ മറ്റുള്ള അഹ്കാമുകൾ അള്ളാഹു പറയുന്നുണ്ട്. നിസ്കാരത്തെ സംബന്ധിച്ച്, വുളൂവിനെ സംബന്ധിച്ച്, ഹജ്ജ്, അതിനൊന്നും കൈഫിയത്ത് എന്തില്ല, ഖുർആൻ അള്ളാഹു വിശദീകരിച്ചിട്ടില്ല. മറിച്ച് ഈ ഖിസ്മത്തു തരിക്കാത്ത് അത് അള്ളാഹു വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹുലേക്ക് ചേർത്തിട്ടാണ് അള്ളാഹ് പറഞ്ഞത്. എന്താ? സൂറത്തു നിസാഇൻ്റെ 11-ാമത്തെ ആയത്തിൻ്റെ അവസാനം, ആബാഉക്കും വ അബ്നാഉക്കും ലാ തദറൂന അയ്യുഹും അഖറബു ലക്കും നഫ്അ. നിങ്ങളുടെ മാതാക്കൾ അല്ല, നിങ്ങളുടെ പിതാക്കന്മാർ, മക്കൾ, ആരാണ് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് ഉപകാരം കിട്ടുന്നത് നിങ്ങൾക്കറിയില്ല. മറിച്ച് ഇതെന്താണ്? ഫരീളതം മിനല്ലാഹ്, അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള ഓരോ ഹരിവക്കാണ്. അള്ളാഹു നിശ്ചയിച്ചതാണ്, നിയമമാക്കിയതാണ്. ഇന്നല്ലാഹ കാന അലീമൻ ഹക്കീമ. നിസ്കാരത്തെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ടോ? ഇല്ല, ഹദീസിലാണ്. പക്ഷെ അത് അള്ളാഹു ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അള്ളാഹു സ്വയം ഖുർആനിൽ വിശദീകരിച്ചതാണ്. വ അഹ്കാമിൽ മവാരിസ് എന്ന് ചേർത്ത് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ
സൂറത്ത് നിസായിൻ്റെ 13-14 ആയത്തുകൾ അല്ലാഹു എന്താ പറയുകയാണ്? തിൽക ഹുദൂദുല്ല. ഈ കുറേ നിയമങ്ങൾ പറഞ്ഞു ആർക്കൊക്കെ എന്തൊക്കെ കിട്ടും. അല്ലാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് തിൽക ഹുദൂദുല്ല, ഇത് അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ്. വമൻ യുതിഇല്ലാഹ വറസൂലഹു യുദ്ഖിലുഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ ദാലികൽ ഫൗസുൽ അദീം. സൂറത്ത് നിസായിൻ്റെ 13-ാമത്തെ ആയത്ത്. അടുത്തത് വമൻ യഅസില്ലാഹ വറസൂലഹു വയതഅദ്ദ ഹുദൂദഹു. വമൻ യഅസില്ലാഹ വറസൂലഹു വയതഅദ്ദ ഹുദൂദഹു. ആ ഹുദൂദ് എന്താണ്? അള്ളാഹിൻ്റെ നിയമങ്ങളാണ്. ആ അള്ളാഹിൻ്റെ നിയമങ്ങൾ മറികടക്കുന്ന ആൾ അവർക്ക് എന്തുണ്ട്? യുദ്ഖിലുഹു നാറൻ ഖാലിദൻ ഫീഹാ വലഹു അദാബു മുഹീൻ. അതുപോലെ തന്നെ സൂറത്ത് നിസായിൻ്റെ 176-ാമത്തെ അവസാനത്തെ ആയത്ത്. ഈ 3 ആയത്തുകളാണല്ലോ മവാരിത്തുകളെ സംബന്ധിച്ച് പറയുന്നത്. യുബയ്യിനുല്ലാഹു ലക്കും അൻ തദില്ലു അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അൻ തദില്ലു എന്ന് പറഞ്ഞാൽ അല്ലാ തദില്ലു, നിങ്ങൾ വഴിവിഴക്കാതിരിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് വിശദീകരിച്ച് നൽകുകയാണ്. അപ്പോൾ അത് അള്ളാഹു പൂർണ്ണമായിട്ട് ഏറ്റെടുത്തതാണ്. അതാണ് എന്താണത്? അലർ വശാരിഇൽ അഹ്കാമി വൽ മവാരിസി എന്ന് അദ്ദേഹം ചേർത്ത് പറഞ്ഞത്. അടുത്തത് അപ്പോൾ അള്ളാഹിൻ്റെ ഇത് കഴിഞ്ഞു, സനാകൾ കഴിഞ്ഞു. ثم الصلاة والسلام أبدا على الرسول القرشي أحمد. ثم الصلاة, പിന്നെ സ്വലാത്തും സലാമും അബദ എപ്പോഴും അലർ റസൂലി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലാകുന്നു. അൽ ഖുറശി, ആരാണ്? ഖുറശിയായ. അഹ്മദ, അഹ്മദ റസൂലിൻ്റെ പേരാണ്. അപ്പം നമുക്കറിയാം അസ്സലാത്തു മിനല്ലാഹ് അല്ലേ, അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്വലാ. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹ് അപ്പോൾ അസ്സലാത്തു മിനല്ലാഹ് എങ്ങനെയാ? അള്ളാഹു റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ സനാഉഹു അലാ അബ്ദിഹി ഇൻദ മലഇൽ അഅല, റസൂലിനെ പുകഴ്ത്ത് അള്ളാഹു മലക്കുകളോട്. മലഉൽ അഅലയിൽ റസൂലിനെ സംബന്ധിച്ച് അള്ളാഹു സംസാരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ സ്വലാത്ത് പറയുന്നത് എങ്ങനെയാണ്? അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു അസ്നി, അള്ളാഹു നീ റസൂലിനെ പുകഴ്ത്ത് എന്നുള്ളതാണ്. നമ്മുടെ ഭാഗത്ത് നിന്ന് റസൂലിനായിട്ടുള്ള ദുആണത്. അപ്പം സുമ്മ സ്വലാത്തു വസ്സലാമു, സലാം എന്നുള്ളത് അസ്സലാമത്തു മിനൽ ആഫാത്ത് അല്ലേ, എല്ലാ രീതിയിലും റസൂലിനുള്ള സംരക്ഷണം, അപകടങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ റസൂലിൽ നിന്നുള്ള സംരക്ഷണമാണ് ചോദിക്കുന്നത്. റസൂലിനുള്ള അബദൻ എപ്പോഴും. അപ്പം എന്താ? ലർഫ് സമാൻ മുസ്തഖ്ബിലിനെ അറിയിക്കുന്ന ലർഫ് സമാനാണ്, മുസ്തഖ്ബിലിനെ അറിയിക്കുന്ന ലർഫ് സമാനാണ് അബദൻ. അപ്പോൾ സ്വലാത്തും സലാമും ഉണ്ടാകട്ടെ അബദൻ എപ്പോഴും അലർ റസൂലി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ. അപ്പോൾ അവിടെ എന്തല്ല റസൂൽ എന്നാണ് പറഞ്ഞത്, അഥവാ മനുഷ്യരിൽ നിന്നുള്ള റസൂല് അല്ല. ഇപ്പം ജിബ്രീൽ റസൂലാണ്, പക്ഷെ എന്തല്ല മലക്കുകളിൽ നിന്നുള്ള റസൂലാണ്, മനുഷ്യരിൽ നിന്നുള്ള റസൂല്. എല്ലാ നബിമാരെന്തല്ല റസൂലല്ല, പക്ഷെ എല്ലാ റസൂലും എന്താണ്? നബിമാരാണ്. എല്ലാ റസൂലും നബിമാരാണ്. ഇപ്പം അലർ റസൂല്, അലർ റസൂലി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അല്ലേ. ഇന്നാ അർസൽനാക ബിൽ ഹഖി ബഷീറൻ വനദീറ, കുറേ ആയത്തുണ്ടല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു റസൂലായി നിയോഗിച്ച ധാരാളം ആയത്തുകളുണ്ട്. പിന്നെ അൽ ഖുറശി, റസൂലിൻ്റെ നിസ്ബയാണ്. അൽ ഖുറശി, അറബികളിൽ ഏറ്റവും നല്ല കുടുംബമാണെന്ത്? ഖുറൈശി കുടുംബം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടൊരു ഹദീത്താണ്. ഇന്നല്ലാഹ അസ്തഫാ കിനാനത മിൻ വലദ് ഇസ്മായിൽ. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ സന്തതികളിൽ നിന്നും കിനാന ഗോത്രത്തെ അള്ളാഹു തിരഞ്ഞെടുത്തു. വസ്തഫ ഖുറൈശൻ മിൻ കിനാന, കിനാനയിൽ നിന്നും ഖുറൈശിനെ അള്ളാഹു തിരഞ്ഞെടുത്തു. വസ്തഫ മിൻ ഖുറൈഷ് ബനി ഹാഷിം, ഖുറൈഷിൽ നിന്നും ബനു ഹാഷിമിനെ അള്ളാഹു തിരഞ്ഞെടുത്തു. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം അറബികളിൽ ഏറ്റവും നല്ല നസബാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നസബാണ്. സഹിഹായ ഹദീസാണ്, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അഹ്മദ, അഹ്മദ് എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ് അല്ലേ. ഈസാ നബി അലൈഹി സലാം സന്തോഷ വാർത്ത അറിയിക്കുന്നതായിട്ട് ഖുർആൻ പറയുന്ന ആയത്തിൽ സൂറത്തു സഫിൻ്റെ 6-ാമത്തെ ആയത്ത് എന്താ പറഞ്ഞത്? വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. അഹ്മദ് എന്ന പേര് ഖുർആനിൽ വന്ന പേരാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആനിൽ വന്ന പേരാണ്.
അതല്ലാണ്ട് സഹിഹ ഹദീസിൽ സ്ഥിരപ്പെട്ട ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, അതുപോലെ തന്നെ ഇമാം മുസ്ലിമും ബുഖാരിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ് എന്ത്? അന മുഹമ്മദുൻ അന അഹ്മദു. റസൂൽ പറയണം അന മുഹമ്മദ് അന അഹ്മദു വ അനൽ മാഹി. മാഹി എന്ന് പറഞ്ഞാൽ തുടച്ചു നീക്കുക, മായ്ക്കുക. അല്ലദീ യംഹുല്ലാഹു ബിഹി ബി അൽ കുഫ്ര, എന്നെ കൊണ്ട് അല്ലാഹു കുഫറിനെ മായ്ച്ചു കളഞ്ഞു. വ അനൽ ഹാഷിർ, ഒരുമിച്ച് കൂട്ടുന്ന ആൾ. അല്ലദീ യുഹ്ശറു നാസു അലാ ഖദമയ്യ, ജനങ്ങളെല്ലാവരും എൻ്റെ കാലിൻ്റെ അടിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. വൽ ആഖിബ് അല്ലദീ ലൈസ ബഅദഹു നബി, ആഖിബ് അവസാനത്തവൻ അല്ലേ, ലൈസ ബഅദി നബി, എനിക്ക് ശേഷം എന്തില്ല ഒരു പ്രവാചകനുമില്ല. ഇതൊക്കെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകളാണ്. അപ്പോൾ അതിൽപ്പെട്ട ഖുർആൻ പറഞ്ഞൊരു പേരാണെന്ത്? അഹ്മദ്. അപ്പം സുമ്മ സ്വലാത്തു വസ്സലാമു അബദ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അലർ റസൂൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ എന്നും സലാത്തും സലാമും ഉണ്ടാകട്ടെ. അൽ ഖുറശി, ഖുറഷിയായ, അഹ്മദ, അഹ്മദായ. ഈ അഹ്മദ് എന്നുള്ളത് എന്താണ്? ഇസ്മു തഫ്ദീലാണ് അല്ലേ. ബിമഅന അൽ ഫാഇൽ വൽ മഫ്ഊൽ, രണ്ട് രീതിയിലും റസൂൽ എന്താണ്? അഹ്മദാണ്. ബിമഅന അൽ ഫാഇൽ ആകുമ്പോൾ എന്താണ്? റസൂൽ ഫായിലായി, അസൽ അള്ളാഹുവിനെ അമിതമായി സ്തുതിക്കുന്ന ആള്. മഫ്ഊലിൻ്റെ അർത്ഥത്തിലും സഹിഹാണ് അല്ലേ. റസൂൽ ജനങ്ങളിൽ ഏറ്റവും സ്തുതിക്കപ്പെടുന്ന ആളാരാണ്? റസൂലാണ്. അപ്പം അഹ്മദ് എന്ന പേര് റസൂലിൻ്റെ അത് ഫായിലിൻ്റെ അർത്ഥത്തിലാണോ മഫ്ഊലിൻ്റെ അർത്ഥത്തിലാണോ എന്ന് ചോദിച്ചാൽ കിലാഹുമ സഹീഹ്, രണ്ടും സഹീഹാണ്. ഓക്കെ അല്ലേ. വ ആലിഹി വസഹ്ബിഹി അൽ അഅ്യാനി വതാബിഈഹിമു അലൽ ഇഹ്സാനി. വ ആലിഹി, സ്വലാത്തും സലാമും റസൂലിൻ്റെ മേലുണ്ടാകട്ടെ. വ ആലിഹി, ആലിഹി എന്ന് പറഞ്ഞാൽ ആരാ? അത്ബാഉഹു മിൻ അഖ്രിബാഇഹി ഔ ഗൈരിഹി, റസൂലിനെ പിൻപറ്റിയ ആൾക്കാരാണ് ആല് എന്ന് പറയാം. ഖിയാമത്ത് നാൾ വരെയുള്ള ആൾക്കാർക്ക് പറയും, റസൂലിൻ്റെ കുടുംബക്കാരും അല്ലാത്തവരാണെങ്കിലും. വ ആലിഹി, റസൂലിൻ്റെ ആലിൻ്റെ മേലും. വ സഹ്ബിഹി, സഹബ് എന്നുള്ള അസ്ഹാബിൻ്റെ ജമ്മാണ്, ജമ്മുൽ ജമ്മാണ്. സാഹിബ് ജമ്മ അസ്ഹാബ്, അസ്ഹാബിൻ്റെ ജമ്മ് സഹബ്. അപ്പം വസഹ്ബിഹി, റസൂലിൻ്റെ സഹാബാക്കളുടെ മേലും. അൽ അഅ്യാനി, ഐനും ജമ്മ് അഅ്യാൻ. ഐൻ എന്ന് പറഞ്ഞാൽ ഇപ്പം വഫിൽ ഖൗമി ഐനുൻ, അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഐൻ എന്ന് പറഞ്ഞാൽ അർറജുലു ഷരീഫ്, വളരെ മാന്യനായ വ്യക്തി, സ്ഥാനമുള്ള ആള്. അപ്പം അൽ അഅ്യാൻ സഹാബാക്കളുടെ സിഫത്താണ്. ഈ ഉമ്മത്തിൽ ഏറ്റവും സ്ഥാനമുള്ള ആൾക്കാരാണ്. വസഹ്ബിഹി അൽ അഅ്യാൻ, അതിലൊരു സംശയമില്ല അല്ലേ. ഈ ഉമ്മത്തിൽ ഏറ്റവും സ്ഥാനമുള്ള ആരാണ്? സഹാബാക്കളാണ്. കാരണം ഈ ഉമ്മത്തിൽ സഹാബാക്കളെക്കാൾ സ്ഥാനം മറ്റൊരാൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹു അവരെ തിരഞ്ഞെടുക്കുമായിരുന്നു റസൂലിൻ്റെ സഹാബാക്കളാകാൻ. ഇപ്പോൾ സഹാബത്തിന് ഏറ്റവും സ്ഥാനം, അതുകൊണ്ടാണ് റസൂൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹാബാക്കളെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സഹാബാക്കളെ തിരഞ്ഞെടുത്തത്. ഖൈറുൽ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ആ ഖൈറുൻ നാസി ഖർനി, ആ ഖർനാരാണ്? സഹാബാക്കളാണ്. അപ്പം ഈ ഉമ്മത്തിൽ ഏറ്റവും അഅ്യാനുകളാണ്. അപ്പം വആലിഹി വസഹ്ബിഹി അൽ അഅ്യാൻ, ഹീ മടങ്ങുന്നത് റസൂലിലേക്ക്, രണ്ട് ഹീ മടങ്ങുന്നത് റസൂലിലേക്ക്, റസൂലിൻ്റെ ആലും റസൂലിൻ്റെ സഹാബാക്കളും. അൽ അഅ്യാൻ, സ്ഥാനമുള്ള ആൾക്കാർ. വതാബിഈഹിമു, ആര്? ആ സഹാബാക്കളെ പിൻപറ്റിയ ആൾക്കാർ. എങ്ങനെ? അലൽ ഇഹ്സാൻ, ഇഹ്സാനോടുകൂടി പിൻപറ്റുക. ഖുർആൻ പറഞ്ഞ വാക്കാണ് അല്ലേ, സഹാബാക്കളെ പിൻപറ്റുക. കാരണം പല രീതിയിലും സഹാബാക്കളെ പിൻപറ്റുന്ന ആൾക്കാരുണ്ട്. അല്ലാഹു എന്താ പറഞ്ഞ? വസ്സാബിഖൂന അൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ, ഇഹ്സാനോടുകൂടി അവരെ പിൻപറ്റുന്നവർ റളിയല്ലാഹു അൻഹും വറദു അൻഹു. والتابعون على الإحسان هم الذين حذوا حذوهم في العقيدة والقول والعمل. ഇഹ്സാനോട് പിൻപറ്റുന്ന പറഞ്ഞാൽ അഖീദയിലും വാക്കിലും പ്രവൃത്തിയിലും സഹാബത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ. അവർക്കെതിരാകുന്ന ആൾക്കാരല്ല, അഹ്ലുൽ ബിദ്അത്തിന് പുറത്തുപോയി. ഇത്തിബാഉ ഇഹ്സാൻ അല്ല അവരുടെ ഇത്. തീർന്നില്ലേ? വബഅദു, അപ്പോൾ ഹംദും സലാത്തും അദ്ദേഹം അവസാനിപ്പിച്ചു. വബഅദു ഐ അമ്മാ ബഅദ് ഐ ബൽ ബഅദൽ ഹംദി വസ്സലാത്തി വസ്സലാമി അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബിഹി വത്താബിഈന ലഹു.
അദ്ദേഹം പറയാണ് ഫൽ ഇൽമു. ആ ഫ എന്താണ്? ജവാബിൻ്റെ ഫ ആണ് അല്ലേ. അമ്മ ബാദിന് ശേഷം എന്ത് ചെയ്യും? ഫ ചേർന്ന് വരും ജവാബിൻ്റെതായിട്ട്. അപ്പം ഫൽ ഇൽമു ബിദിൽ ഫറാഇദി, ഫൽ ഇൽമു ബിദിൽ ഫറാഇദി. ഇപ്പം ഫൽ ഇൽമു പഠിക്കൽ, മനസ്സിലാക്കൽ. ഈ ഇൽമു ബിഹാദിഹി, ബിഹാദിഹി എന്നാണ്, ഇസ്മിഷാരാണ്, ആ തമ്പീകൾ എന്നതാണ്. ബിഹാദിഹി ഐ ബിഹാദിഹി അൽ ഫറാഇദി, ഈ ഫറായിലിൻ്റെ ഫറായിൽ പഠിക്കൽ, അത് മനസ്സിലാക്കൽ. മിൻ അഫ്ളലിൽ ഇൽമി, ഇൽമുകളിൽ ഏറ്റവും അഫ്ളലായ ഇൽമിൽപ്പെട്ടതാണ്. ഫറായിദ് എന്നുള്ളത് ഫരീദത്തിൻ്റെ ജമ്മാണ്. ഫറായിദ് എന്താ അർത്ഥം? ഓഹരി, നിശ്ചിത ഓഹരി. നസീബുൻ മുഖദ്ദർ, നസീബുൻ മുഖദ്ദർ. അപ്പം ഈ ഇൽമുൽ ഫറായിദിനെ പഠിക്കൽ എന്താണ്? മിൻ അഫ്ളലിൽ ഇൽമി, ഇൽമിൽ ഏറ്റവും അഫ്ളലാക്കപ്പെട്ട ഇൽമാണ്. ബിലാ മുആരിദി, എതിരാളിയില്ലാതെ, ഒരെതിരഭിപ്രായമില്ലാതെ. ബിലാ മുആരിദി എന്ന് പറഞ്ഞാൽ ഒരെതിരഭിപ്രായമില്ലാതെ. എന്തുകൊണ്ട് ഈ ഇൽമുൽ ഫറായിദ് അഫ്ളലുൽ ഇൽമായി? കാരണം അതിൽ 3 ഫായിദകളുണ്ട്. ഒന്ന്, അത് ഇൽമും ബി ശരീഅത്തില്ല, അല്ലെ, അത് പഠിക്കൽ എന്താണ്? അല്ലാതെ ശരീഅത്ത് പഠിക്കലാണ്. 2, അത് ഹിഫ്ളല്ലി ശരീഅത്തില്ല, അത് പഠിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ ശരീഅത്തിനെ നിലനിർത്തലാണ്, സംരക്ഷിക്കലാണ്, അല്ലേ. 3, ഈസാലുൽ ലിൽ ഹുഖൂഖി ഇലാ മുസ്തഹിഖീഹ, അർഹതപ്പെട്ട ആൾക്കാർക്ക് അവരുടെ ഹക്കുകൾ എത്തിക്കലുമാണ്. ഈ 3 കാര്യം എന്തിലടങ്ങുന്നുണ്ട്? ഇൽമുൽ ഫറായിദിൽ അടങ്ങുന്നുണ്ട്. അതുകൊണ്ട് അഫ്ളലുൽ ഇൽമായത്. അപ്പം എന്തുകൊണ്ട് ഇൽമുൽ ഫറായിദ് അഫ്ളലുൽ ഇൽമായി? ഈ 3 കാരണങ്ങളാണ്. 1, അത് അള്ളാഹിൻ്റെ ശരീഅത്ത് പഠിക്കലാണ്. 2, അള്ളാഹിൻ്റെ ശരീഅത്തിൻ്റെ സംരക്ഷണമാണ്. 3, അർഹതപ്പെട്ടവർക്ക് അവരുടെ ഓഹരികൾ എത്തിക്കലാണ്. മറ്റുള്ള ഇൽമു നോക്കി, ഇപ്പോൾ ഒരാൾ വുദൂഇനെ സംബന്ധിച്ച് പഠിക്കുന്നു. വുദൂഇനെ സംബന്ധിച്ച് പഠിക്കുമ്പം ആ ഇൽമ എന്താണ്? അള്ളാഹിൻ്റെ ശരീഅത്ത് പഠിക്കലാണ്. 2, അള്ളാഹിൻ്റെ ശരീഅത്തിൻ്റെ സംരക്ഷണവുമാണ്. അവിടെ കഴിഞ്ഞു. 3-മത്തതില്ല. അതുകൊണ്ടാണ് ഇതെന്തായത്? ഏറ്റവും അഫ്ളലായ ഇൽമായത്. ഇദ് ഹുവ നിസ്ഫുൽ ഇൽമി ഫീമാ വറദ ഫീ ഖബറിൻ അനിൻ നബിയ്യി മുസ്നദ. ഇത് എന്നുള്ളത് എന്താണ്? തഅലീലിൻ്റെതാണ്. ഇത് തഅലീലാണ്, ലിത്തഅലീൽ. ഇത് ലിത്തഅലീൽ. അപ്പം ഇതിന് വേണ്ടി, ഇതുകൊണ്ടാണ് ഹുവ, അത് നിസ്ഫുൽ ഇൽമി, അത് ഇൽമിൻ്റെ പകുതി ആയതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് അതിന് ഇത്ര ശ്രേഷ്ഠത കിട്ടിയത്? ഹുവ നിസ്ഫുൽ ഇൽമി, ഇൽമിൻ്റെ പകുതി ആയതിൻ്റെ പേരിലാണ്. ഇതെന്താണ്? തഅലീലിൻ്റെ അർത്ഥത്തിലാണ്. അപ്പം ഇത് ഹുവ, അതായതിൻ്റെ പേരിലാണ്. നിസ്ഫുൽ ഇൽമി, ഇൽമിൻ്റെ പകുതി ആയതിൻ്റെ പേരിലാണ്. ഫീമാ വറദ, എതിൽ ഉദ്ധരിക്കപ്പെട്ട് വന്നതിൽ. ഫി ഖബറിൻ അനിൻ നബിയ്യി മുസ്നദ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മുസ്നദായി വന്ന ഒരു ഹദീത്ത്. പക്ഷെ ആ ഹദീത്ത് എന്താണ്? ലഈഫുൻ ലാ യുഹ്തജു ബിഹി. അധിക ഇമാമികളും അത് ലഈഫാണെന്ന് പറഞ്ഞ ഇതാണ്. കാരണം അത് ഇബ്നു മാജ, അതുപോലെ തന്നെ തബറാനി, ദാറഖുത്നി, ബൈഹഖി ഇവരൊക്കെ ഉദ്ധരിക്കുന്ന ഹദീത്താണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ അബാ ഹുറൈറ തഅല്ലമു അൽ ഫറായിദ വഅല്ലിമുഹ ഫഇന്നഹു നിസ്ഫുൽ ഇൽമി വഹുവ യുൻസ വഹുവ അവ്വലു ശൈഇൻ യുൻസഉ മിൻ ഉമ്മതി ഇസ്നാദുഹു ലഈഫുൻ ജിദ്ദ. അതുകൊണ്ട് ഹഫ്സ് ബിൻ ഉമർ ബിൻ അബിൽ ഇതാഫ് എന്ന റാവിയുണ്ട്. അദ്ദേഹം മത്റൂക്കാണ്. എല്ലാവരും അദ്ദേഹത്തെ തള്ളിയിട്ടുണ്ട്. അതിൻ്റെ സനദ് ലഈഫുൻ ജിദ്ദയാണ്. ഇനി എല്ലാ മുസ്നദായ ഹദീസും സഹിയാണെന്ന് ഷർത്തുണ്ടോ? ഇല്ലല്ലോ. മുത്തസിൽ മർഫു ആയതാണ് മുസ്നദ്, അല്ലേ? മുത്തസിലും മർഫു ആയതാണ് മുസ്നദ്. ആ മുസ്നദ് സഹീൻ്റെ ഷർത്തല്ല. മനസ്സിലായോ? അടുത്ത 2-മത്തെ വഅന്നഹു, ആ ഇൽമുൽ ഫറായിദ് അവ്വലു മാ സയുർഫഉ, ആദ്യമായി
ഉയർത്തപ്പെടുന്ന ഒന്നാകുന്നു. മിനൽ ഉലൂമി, ഇൽമുകളിൽ നിന്നും ആദ്യമായി ഉയർത്തപ്പെടുന്ന ഇൽമാകുന്നു. ഫിൽ വറ, മനുഷ്യ, ഫിൽ ഇൻസാൻ, ഫിൽ മഖ്ലൂഖ്, ഫിൽ ഖൽഖ്, മനുഷ്യരിൽ നിന്ന് ആദ്യമായി ഉയർത്തപ്പെടുന്ന ഇൽമാകുന്നു. വയുൻസഉ, അവരിൽ നിന്നും എടുക്കപ്പെടുന്ന ഇൽമ്. നേരത്തെ പറഞ്ഞ ഹദീത്തില്ലേ, അതിൻ്റെ ബാക്കി ഭാഗമാണത്. നിസ്ഫുൽ ഇൽമ് എന്ന് പറഞ്ഞിട്ട് വഹുവ അവ്വലു ഇൽമിൻ യുൻസഉ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്നും എടുക്കപ്പെടുന്ന ആദ്യത്തെ ഇൽമാണത്. ആ ഹദീത്ത് എന്താണ്? ലഈഫൻ ജിദ്ദ. അത് കഴിഞ്ഞു. ആ ഇൽമുൽ ഫറായിദിനെ സംബന്ധിച്ചുള്ള 2 ലൈൻ അതിൽ അദ്ദേഹം ഇൽമുൽ ഫറായിദിനെ സംബന്ധിച്ചാണ് വിശദീകരിക്കുന്നത്. അടുത്തത് അദ്ദേഹം അതിൻ്റെ ഇഖ്തിലാഫാത്തിലേക്ക് കടന്നു. വഫീഹി ലിസ്സഹാബത്തിൽ അഅലാമി മദാഹിബുൻ മഷ്ഹൂറത്തുൽ അഹ്കാമി. വഫീഹി, ഏതിൽ? ഫി ഇൽമിൽ ഫറായിദ്. ലിസ്സഹാബത്തി, ആർക്ക്? സഹാബാക്കൾക്ക്. അപ്പോൾ ആ ഇൽമുൽ ഫറായിദിൽ സഹാബാക്കൾക്കുണ്ട്. അൽ അഅലാമി, അലമുൻ ജമ്മ് അഅലാം. അതിൻ്റെ ശരിയായ അർത്ഥം പർവ്വതം എന്നാണ്. അലമു എന്ന് പറഞ്ഞാൽ വലിയ പർവ്വതം. അലമുൻ ജമ്മ് അഅലാം. അപ്പോൾ ഈ പർവ്വതം എന്താണ്? നമ്മൾ യാത്രക്കാരൻ വഴി മനസ്സിലാക്കാനുള്ള അടയാളമായി സ്വീകരിക്കും. യുഹ്തദാ ബിഹി, യാത്രക്കാരൻ വഴി മനസ്സിലാക്കാനുള്ള അടയാളമായി സ്വീകരിക്കും. അപ്പോൾ സഹാബാക്കൾ നമ്മൾ ദീൻ മനസ്സിലാക്കാനുള്ള ആൾക്കാരാണ്, അല്ലേ? അങ്ങനെയാണ് അഅലാം, അയിമ്മത്തുൽ അഅലാം. ഈ നമ്മുടെ ഇമാമുമാർ അലാമുകളാണ്. അവരിലൂടെയാണ് യുഹ്തദാ ബിഹി അൽ ഇൻസാൻ. അതുകൊണ്ട് അങ്ങനത്തെ സിഫത്ത് കൊടുത്തത്. വഫീഹി, അപ്പോൾ ഈ ഇൽമുൽ ഫറായിദിലുണ്ട് ലിസ്സഹാബത്തിൽ അഅലാം, മാതൃകാ യോഗ്യന്മാരായ സഹാബാക്കൾക്കുണ്ട് മദാഹിബുൻ, അഭിപ്രായങ്ങളുണ്ട്. അവിടെ മദാഹിബുൻ എന്നുള്ളത് സിഗത്ത് മുൻതഹൽ ജുമുഅ അല്ലേ, മംനൂമിന സർഫാണ്. സിഗത്ത് മുൻതഹൽ ജുമുഅ മഫാഇൽ വസ്ന്. പക്ഷെ അദ്ദേഹം അവിടെ തൻവീൻ ചെയ്തു, മുനവ്വനാക്കിയിട്ടാണ് പറഞ്ഞത്. അത് ഇൽത്തിറാറാണ്, ബൈത്തിൻ്റെ കോർവയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മളെ അൽഫിയ അതിൽ വലിൽ തിറാരി ഔ തനാസുബിൻ സുരിഫ് ദുൽ മുൻഇ വൽ മസ്റൂഫ് ഖദ് ലാ യൻസരിഫ്. ഇൽത്തിറാറിൻ്റെ അവസ്ഥയിൽ മംനൂമിന സർഫ് ചിലപ്പോൾ എന്ത് ചെയ്യും? സർഫാവും. സർഫുള്ളത് മംനൂമിന സർഫാവും ചെയ്യും, യോജിക്കാൻ വേണ്ടിയിട്ടും ഇൽത്തിറാറിൻ്റെ സമയത്തും. അപ്പം മദാഹിബുൻ മഷ്ഹൂറത്തുൽ അഹ്കാമി, ഓരോ സഹാബാക്കളിലേക്കും ചേർക്കപ്പെടുന്നതായ അറിയപ്പെട്ടതായ അഹ്കാമുകളുണ്ട് ഇൽമുൽ ഫറായിദിൽ. ഇപ്പം മറ്റുള്ള ഇൽമിനെ സംബന്ധിച്ചിടത്തോളം ഇൽമുൽ ഫറായിദിൽ ഇഖ്തിലാഫാത്തുകൾ വളരെ കുറവാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിച്ചിട്ടുണ്ട്, അല്ലേ? സൂറത്തു നിസാഇൻ്റെ 3 ആയത്തുകളും അതിൻ്റെ കൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീത്തുകളും ചേർത്താൽ തന്നെ ആ ഇൽമു ആയി. അപ്പോൾ അതിൽ ഇഖ്തിലാഫാത്തുകൾ കുറവാണ്. എന്നാലും സഹാബാക്കളിൽ നിന്നും ഇഖ്തിലാഫാത്തുകൾ ഉദ്ധരിക്കപ്പെടാറുണ്ട്. ഉമർ ബിൻ ഖത്താബ്, അതുപോലെ തന്നെ സയ്യിദ് ബിൻ സാബിത്ത്, അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ്, അലി ബിൻ അബി താലിബ്, അങ്ങനെ പ്രഗത്ഭരായ സഹാബാക്കൾക്ക് അവരുടേതായ മദ്ഹബുകളുണ്ട്. സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവർക്ക് എന്തുണ്ട്? അവരുടേതായ രീതിയിൽ അഭിപ്രായങ്ങളുണ്ട്. ആ ഒരു അഭിപ്രായ വ്യത്യാസത്താണ് ഇദ്ദേഹം ഇവിടെ എടുത്ത് സൂചിപ്പിച്ചത്. വഫീഹി ലിസ്സഹാബത്തിൽ അഅലാമി മദാഹിബുൻ മഷ്ഹൂറത്തുൽ അഹ്കാമി. ആ ഇഖ്തിലാഫാത്തുകൾ എന്താണ്? അറിയപ്പെടും. അൽ ജദ്ദു മഅൽ ഇഖ്വ അറിയപ്പെട്ട ഇഖ്തിലാഫാത്താണ്. അതുപോലെ തന്നെ സുലുസുൽ ബാഖി, മുശറക്ക, ഇതൊക്കെ എന്താണ്? സഹാബാക്കൾക്കിടയിൽ ഇഖ്തിലാഫുള്ള പ്രധാനപ്പെട്ട മസല. ആ ഇഖ്തിലാഫൊക്കെ എന്തുണ്ട്? മഷ്ഹൂറായിട്ടുണ്ട്. മറ്റുള്ള വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു സഹാബിക്കുള്ള അഭിപ്രായ വ്യത്യാസം പോലെയല്ല ഇൽമുൽ ഫറായിദിൽ സഹാബാക്കൾക്കിടുണ്ടായ ഇഖ്തിലാഫാത്തുകൾ. അതെന്താണ്? മഷ്ഹൂറത്തുൽ അഹ്കാമി, അറിയപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയും ഇതിൽ അദ്ദേഹം ഹംദും സലാത്തും പറഞ്ഞു. പിന്നെ ഇൽമുൽ ഫറായിദിൻ്റെ ഫضൽ എന്നാണോ 2 ഹദീസുകൾ അദ്ദേഹം പറഞ്ഞു. പക്ഷേ അദ്ദേഹം എന്താണ്? ലൈഫാണ്. പിന്നെ അദ്ദേഹം ഈ 2 ലൈനിൽ അദ്ദേഹം പറയുന്നത് സഹാബാക്കളുടെ ഇഖ്തിലാഫിനെ സംബന്ധിച്ചാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ തുടരാം ഇൻഷാ അല്ലാഹ്. എല്ലാ ബുധനാഴ്ചയും
അസറിന് ശേഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിൽ ബർക്കത്ത് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിത്തനുസരിച്ച് അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.